സംവദിക്കാനെത്തുന്നത് മിസസ് ഷൈനി നിയാസാണ്. അവർ കൊടുവള്ളി സ്വദേശിനിയാണ്. MES കുറ്റിപ്പുറത്തു നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ BTechഉം KMCT കോളേജിൽ നിന്നും സിഗ്നൽ പ്രോസസ്സിംഗിൽ MTechഉം കരസ്ഥമാക്കിയിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് കരിയർ ബ്രേക്ക് എടുത്തതിനു ശേഷം സൈക്കോളജി പഠിക്കുകയും ബിസിനസ് കോച്ചായ ഡോക്ടർ അബ്ദുൾ സലാം ഉമർ സാറിന്റെ കൂടെ അസിസ്റ്റന്റായി വർക്ക് ചെയ്തു. DCGC കോഴ്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കൂടാതെ പോഡ്കാസ്റ്ററായും വർക്ക് ചെയ്യുന്നു. ഏറെ സ്നേഹത്തോടെ ഷിനി മാഡത്തെ ഡിവിഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവിഷന്റെ നെടുംതൂണായി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നട്ടെല്ലായി താങ്ങി നിർത്തുന്നത് പ്രേക്ഷകർ ഓരോരുത്തരുമാണ്. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഡിവിഷൻ ഡയറക്ടർ നൂസിയ മാഡം, ഷമീമ മാഡം, ടീം ഇൻചാർജിലെ മറ്റ് സംഘാടക പ്രതിനിധികളെ ഓരോരുത്തരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഷിനി നിയാസ് മാഡത്തെ ക്ഷണിക്കുന്നു. മാം, പ്ലീസ്. ഹായ്, ഹലോ, വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. എല്ലാവരും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണോ? ഹലോ, കേൾക്കാം മാം, പറഞ്ഞോളൂ. സോ സ്റ്റാർട്ട് യുവർ ഡേ, സ്റ്റാർട്ട് വിത്ത് വിഷൻ. സോ ഡി വിഷൻ അല്ലെ, ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രോജക്റ്റില് 268 എപ്പിസോഡായിട്ട് വരാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, അതുപോലെ വളരെ ഗ്രേറ്റ്ഫുള്ളും ആണ്. അപ്പോൾ ഇതിലേക്ക് എന്നെ റെഫർ ചെയ്തത് ആക്ച്വലി കരിയർ കോളമിസ്റ്റ്, കരിയർ ഗൈഡ് ഒക്കെ ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള അൻവർ PK സാറാണ്. സാറിന് അവിടെ ഒരു കസിൻ കൂടിയാണ്. അപ്പോൾ പുള്ളിയാണ് എന്നെ ഇതിലോട്ട് റെഫർ ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് അൻവർക്ക. ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല, എന്നാലും എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ ആക്ച്വലി ഒരു ബിഗിനറാണ്. എൻ്റെ ഒരു ചെറിയൊരു ബയോ ഇവിടെ പറയുണ്ടായി. അപ്പോൾ അതിൽ പല കാര്യങ്ങളും പറഞ്ഞു. ഞാനൊരു എഞ്ചിനീയർ ആണെന്നും പിന്നെ ഇപ്പൊ പക്ക ഹോം മേക്കറാണ് ശരിക്ക്. പക്ഷെ എന്റെ ചില പാഷന്റെയും ഹോബിയുടെ ഒക്കെ പുറത്ത്, അല്ലെങ്കിൽ ഇഷ്ടങ്ങളുടെ ഒക്കെ പുറത്ത് ഞാൻ ചില പോഡ്കാസ്റ്റുകൾ ചെയ്യാനും അതുപോലെ ആളുകളായിട്ട് സംവദിക്കാനും പേർപ്പസ്ഫുൾ ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു നമ്മുടെ ആ ഒരു സ്ട്രീം മാറ്റി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ ആക്ച്വലി എനിക്കിത് വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് ട്രെയിനേഴ്സ് ഉള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ താങ്ക് യു സോ മച്ച് ഡിവിഷൻ ടീം ഫോർ ഗിവിംഗ് മീ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോ ഞാനിവിടെ ടോപ്പിക് ആയിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്തത് ബിക്കമിങ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ബിക്കം എന്നുള്ള ഒരു വാക്ക് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാലോ, ഇംഗ്ലീഷിൽ ബിക്കം, ബിക്കമിങ്, ബിക്കെയും. നമ്മൾ പഠിക്കുന്ന കാലം നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് വലുതായി കഴിഞ്ഞാൽ എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഐ വോണ്ട് ടു ബിക്കം എ ടീച്ചർ, ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ബിക്കം എ സംതിങ് എൽസ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കായിരുന്നു ബിക്കം. സത്യത്തിൽ ആ ബിക്കം എന്ന് പറയുന്ന വാക്കിന്റെ ഭയങ്കര ആഴത്തിലുള്ള മീനിങ് അറിഞ്ഞിട്ടാണോ നമ്മൾ അന്നങ്ങ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എനിവേ, ബിക്കമിങ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് ഭയങ്കര ആഴം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോ മുമ്പത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ബരാക് ഒബാമയുടെ വൈഫായിട്ടുള്ള മിഷേൽ ഒബാമയുടെ ഒരു പുസ്തകം വരെ ബിക്കമിങ് എന്നാണ്. അപ്പൊ അവരവരുടെ ലൈഫാണ് അതിനകത്ത് ഫുള്ളി ഡെപിക്ട് ചെയ്യുന്നത്. പക്ഷെ അവരോടൊപ്പം നിൽക്കാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ലെങ്കിലും നമ്മുടെ കുഞ്ഞു ജീവിതത്തിൽ ഇപ്പൊ എനിക്ക് 39 ഇയേഴ്സ് ആയി. അപ്പൊ ഈ ഒരു 39 ഇയേഴ്സിൽ നമ്മൾ എന്താണ് ആയിത്തീർന്നത്, ഞാൻ എന്താണ് ആവാൻ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട് മാം, പറഞ്ഞോളൂ. ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ എന്താണ് ആയിത്തീർന്നത്, എന്താണ് ആവാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ എന്തിലൂടെയൊക്കെയാ കടന്നുപോയെ, ഹോൾ നമ്മളെ ഇങ്ങനെ വാർത്തെടുത്തു, അല്ലെങ്കിൽ എന്തൊക്കെ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കാറുണ്ടെങ്കിൽ അതിൽ ഒന്നുകൂടി ഒരു 5 ഇയേഴ്സ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താവണം, ഈ കേൾക്കുന്ന ആളുകൾക്ക് അത്തരം ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങളുടെ നല്ലൊരു സൺഡേ ആണ് ഇന്ന്. അപ്പോ എല്ലാവരും ഇപ്പൊ നല്ല തണുപ്പും മഴയൊക്കെ ഉള്ള സമയത്ത് പുതച്ചു മൂടി കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു ദിവസം എന്റെ മുമ്പിൽ വന്ന് നിങ്ങളെല്ലാവരും ഇരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. കേൾക്കാൻ കുറച്ച് ആൾക്കാരുണ്ടെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പൊ അതിന്റെ പുറത്ത് തന്നെയാണ് പോഡ്കാസ്റ്റർ ആവാനൊക്കെ ആഗ്രഹിച്ചതും അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എനിവേ,
നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോ ബിക്കമിങ്ങിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ആയി ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുക എന്നൊക്കെ ഉള്ളതാണല്ലോ. അപ്പോ ചെറുപ്പകാലത്ത് ഇപ്പം മിഷേൽ ഒബാമ അവിടെ നിൽക്കട്ടെ. ഇപ്പോ ഞാനാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പൊ എനിക്ക് എപ്പോഴും നമുക്ക് നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആവാൻ സാധിക്കും എന്ന് ഒരു വിശ്വാസമുണ്ട്. കാരണം ജെന്യുവൻ ആയിട്ട് നമ്മൾ എന്തിലൂടെയാണോ കടന്നുപോയെ, അപ്പോ ആ കാര്യങ്ങളുടെ ഒരു ഇപ്പൊ ചലഞ്ച് ഉണ്ടെങ്കിൽ അതെങ്ങനെ മറികടന്നു, അല്ലെങ്കിൽ നമ്മളെവിടെയാ ഫെയിലായേ, അപ്പൊ അതിനെങ്ങനെ നമ്മള് ഒന്ന് മാറ്റി ബ്ലെൻഡ് ചെയ്തെടുത്ത്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്നാകുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പുസ്തകത്തിൽ നിന്ന് പഠിച്ചതോ വലിയ മഹാന്മാര് പറഞ്ഞതോ മാത്രമാകുമ്പോൾ അത് പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ അത് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ വിൽ ബി വെരി കോൺഫിഡന്റ്. സോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു 20 വർഷം മുമ്പ് എടുത്തു നോക്കുമ്പോൾ ഉള്ള ആളല്ല ഞാനിപ്പോൾ ഉള്ളത്. 20 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു 19 വയസ്സുകാരി പെൺകുട്ടി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡ്രീമി ആയിട്ടുള്ള ഒരു ഗേൾ ആയിരുന്നു. എഞ്ചിനീയറിംഗ് കഴിയണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരു വലിയ MNC-ലൊക്കെ ജോലി ചെയ്യണം. ഇൻഫോസിസ് ഒക്കെ പോലുള്ള ഒരു കമ്പനി ആയിരുന്നു അന്നത്തെ സ്വപ്നം 10-20 വർഷം മുമ്പ്. അപ്പൊ അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് വലിയ ചിറകൊക്കെ വിരിച്ച് നമ്മൾ പറക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ വേറൊരു ടേണിംഗ് പോയിന്റ് വരെയാണ്. 19 വയസ്സിൽ നമ്മുടെ കല്യാണമൊക്കെ കഴിയുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ മാറ്റി ചിന്തിക്കുകയാണ്. അതായത് അന്നേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബാക്കിയുള്ളവരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഹോസ്റ്റലിലൊക്കെ മറ്റ് റൂംസിലൊക്കെ പോയിട്ട് പെൺകുട്ടികളോട്, സ്പെഷ്യലി നമ്മുടെ പ്രായമുള്ളവരോട് എല്ലാവരോടും എന്റെ സെയിം സെമസ്റ്ററോടൊക്കെ ഞാൻ പറയും, ഇങ്ങനെയൊന്നും പോയാൽ പോരാ, നമ്മൾ എന്തായിരിക്കണം, നമുക്ക് ഭയങ്കര ഇതൊക്കെ ആംബിഷൻസ് ഒക്കെ വേണം. ചുമ്മാ ഒരു ജോലി കിട്ടി എന്തെങ്കിലും ആവുക എന്ന് മാത്രമല്ല, നമുക്ക് ഭയങ്കര വിഷനൊക്കെ വേണം ലൈഫിൽ എന്നൊക്കെ പറഞ്ഞ് ഘോരം പ്രസംഗിക്കുകയായിരുന്നു അന്ന്. പക്ഷെ ഓൾ ഓഫ് എ സഡൻ സ്വിച്ച് ഇട്ട പോലെ ഞാൻ ആകെ മാറിപ്പോയി. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ലൈഫിലോട്ട് വേറെ ആളും കൂടെ വരികയാണ്. അപ്പൊ അയാളുടെ ചോയ്സസ് ആണ് പിന്നെ ഞാൻ പ്രയോറിറ്റി ആയിട്ട് വെച്ചത്. മേ ബി അങ്ങനെ. അപ്പൊ വൺസ് ഒരു ചോയ്സ് നമ്മൾ ലൈഫിൽ എടുക്കുമ്പോൾ അത് ദാറ്റ് മേ ബി റോങ്, അല്ലെങ്കിൽ അതിനകത്ത് ചില ഭയങ്കര ചലഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ഫേസ് ചെയ്യേണ്ട ഒരു ഇത്ര ബോധമൊന്നും അന്നില്ല. പക്ഷെ എന്നാലും അതൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ പിന്നീട് ഇങ്ങനെ ആലോചിച്ചപ്പോ കിട്ടിയതാണ്. അതായത് അങ്ങനെ ആളുടെ ആഗ്രഹം എന്ന് പറയണത്, ഞാനൊരു MNC-ൽ ജോലി ചെയ്യല്ല, വൈ ഡോണ്ട് യു ബി എ ടീച്ചർ, നിനക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോലി ചെയ്യാലോ, അതിനെന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്യാൻവാസ് ചെയ്ത് കഴിഞ്ഞാൽ മാറുന്ന ഒരു സ്വഭാവമാണല്ലോ അന്നൊക്കെ ഉള്ളത്. എനിവേ അങ്ങനെ സ്വപ്നങ്ങളൊക്കെ മാറ്റി ചിറകൊക്കെ പതുക്കെ ഒന്ന് വെട്ടി മുറിച്ച് ചെറുതാക്കിയിട്ട് കുഞ്ഞു ചിറകൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, തൽക്കാലം എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്നാ പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം. പക്ഷെ ഇനി പഠിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ആളുടെ ഇഷ്ടത്തിനൊക്കെ ഞാൻ എന്ത് ചെയ്തു, ചുമ്മാ MTech ഒക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഏറ്റവും ആരും എടുക്കാത്ത സിഗ്നൽ പ്രോസസിംഗ് ഒക്കെ പോയി എടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് അങ്ങനെ പതുക്കെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കെ ആയി. അപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഈ ഫയർ, അന്നത്തെ ആ 19 വയസ്സിലുള്ള ആ ഒരു ഫയർ ഉണ്ടല്ലോ, 19 വയസ്സിന് മുമ്പേ ഉള്ള ഫയർ ആയിരിക്കാം സത്യത്തില്, ആ ഫയർ കെട്ടിട്ടില്ല. അപ്പൊ ഉള്ളിൽ ഇങ്ങനെ ഇയാളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമല്ലോ, നമ്മുടെ ഉള്ളിൽ ആ സെൽഫ് എപ്പോഴും നമ്മളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. നീ ഇങ്ങനെ ഒന്നും ആയാ പോരട്ടെ, ഇതല്ല നിന്റെ ആക്ച്വലി ഉള്ള പണി എന്നൊക്കെയുള്ള ഒരു ഇതില്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്യുക, അങ്ങനെ ലൈക്ക് ഐ വാണ്ടഡ് ടു പുട്ട് മൈ എനർജി സംവർ എൽസ്, മേക്ക് പീപ്പിൾ ഹാപ്പി, മേക്ക് പീപ്പിൾ എനർജറ്റിക്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവണം. കുട്ടികൾ ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരിങ്ങനെ വെറും പുസ്തകം പഠിച്ചാൽ പോരാ, അവര് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഈ രാഗം പോലെയുള്ള ഒരു ഫെസ്റ്റ് ഒക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ, അത് ചെറിയൊരു കോളേജായിരുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ പിരികേറ്റി അവിടെ ഒരു പരിപാടി നടത്തുക. ഇങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു എൻ്റെ എന്നുള്ളത് പോകെ ലൈഫിൽ കുറേ വർഷം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് എന്റെ ഉള്ളില് സത്യത്തില് അതാണ് ഉള്ളത്. അപ്പോ പിന്നീട് ഇപ്പൊ ഇങ്ങനെ കരിയർ ബ്രേക്ക് ഒക്കെ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ കരിയർ ബ്രേക്ക് ഒരു 6 years കരിയർ ഗ്യാപ്പാണ് വന്നത്. അതിന് ആ സമയത്തും എനിക്ക് എന്നെ വെറുതെ ഇരുത്താൻ വയ്യ. അതായത് ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ അറ്റ്മോസ്ഫിയർ ഫുള്ള് നെഗറ്റീവ് ആയിട്ട് പോകും. കാരണം എന്റെ എനർജി നല്ല രീതിക്ക് പുട്ടപ്പ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എനർജി നെഗറ്റീവായിട്ടേ വന്ന് ഭവിക്കുള്ളൂ. അപ്പൊ ആ ഒരു ബോധം, ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, സെൽഫ് ഡെവലപ്മെന്റ് പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ ഒരുപാട് നോവലുകൾ വായിക്കുക, മലയാള സാഹിത്യത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ തിരക്കുകൾക്കിടയിലും. എന്താ പറയാ, പക്ക ഹോം മേക്കർ ആയിപ്പോയി എന്നുള്ള വിഷമത്തിന്റെ ഒക്കെ ഇടയിലും ഞാനല്ല കേട്ടോ, ഇത് മറ്റൊരു വിമൽ കുമാർ ആണെന്നൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ സ്പോട്ടിഫൈയിൽ ഒരു പോഡ്കാസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക, മനുഷ്യരോട് സംസാരിക്കാലോ, എനിക്ക് ഇത്തിരി സമാധാനം കിട്ടുമല്ലോ. അപ്പൊ ഈ പല കൈൻഡ് ഓഫ് ഡിപ്രഷൻ എപ്പിസോഡുകളിലൂടെയൊക്കെ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ കോപ്പിംഗ് മെക്കാനിസം ഞാൻ തന്നെ ഇങ്ങനെ പഠിച്ച്, ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ തന്നെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന
ഒരു സമയമായിരുന്നു ഈ കാലഘട്ടം മുഴുവൻ, സത്യം പറഞ്ഞാല്. അത് മേ ബി സംഭവിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു എന്റെ ആ ഒരു കുഞ്ഞു ഞാനില്ലേ, കുഞ്ഞു ഷിനി എന്ന് പറയുന്ന ഒരാൾ ഉള്ളിലുണ്ടല്ലോ, ആ കുഞ്ഞു ഷിനിക്ക് ചിലപ്പോ ഈ ചുറ്റുമുള്ള ജീവിതം ഒന്നും ആവില്ല ഷിനി സ്വപ്നം കണ്ടത്, കുഞ്ഞു ഷിനി. അപ്പൊ ആ സ്വപ്നത്തിനെതിരായിട്ടൊക്കെ നടക്കുമ്പോൾ ഈ സ്വപ്നം ഇങ്ങനെ യാഥാർത്ഥ്യമായിട്ട് എന്തൊക്കെയോ ചെയ്യായിരിക്കും. എനിവേ അങ്ങനെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറെ എപ്പിസോഡ്സ് ഒക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോണം. അതായത് നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടല്ലോ, അപ്പൊ നീ എന്ത് ചെയ്യണം, നീ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും എന്നൊക്കെ പറയുമ്പോ സത്യത്തിൽ ആ ഒരു വാക്ക് എടുക്കാനുള്ള എന്റെ ഒരു മനസ്സിൽ ഞാൻ ആദ്യം താങ്ക്സ് പറയാണ്. അതിനത് എടുത്തു. അപ്പൊ പുള്ളിയാണ് എന്റെ ഒരു കരിയർ ഗൈഡ് എന്ന് വേണമെങ്കിൽ എനിക്കിപ്പോ പറയാം, പക്ഷെ പുള്ളിക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ലേറ്റ്ലി ഞാൻ അത് ഒന്ന് തുറന്നു പറയാണ്, 39 ഇയേഴ്സിലും എനിക്ക് കരിയർ ഗൈഡ് ഉണ്ട് കേട്ടോ. അതും ഞാനൊരു വലിയ കാര്യമായിട്ട് കാണാണ്. എനിവേ, അപ്പൊ അങ്ങനെ പോയിട്ട് ഇപ്പൊ ഞാന് എന്താ പറയാ, എന്റെ ആ ഒരു ടെക്നിക്കൽ ലോകത്തുള്ള ആ ഒരു സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ഹിയറിംഗ് എയ്ഡ് കണ്ടുപിടിക്കണം, കുറെ വർഷങ്ങൾക്ക് മുമ്പാട്ടോ, ഹിയറിംഗ് എയ്ഡ് കണ്ടുപിടിക്കണം, പേറ്റന്റ് എടുക്കണം, അങ്ങനെ എന്തൊക്കെയോ സ്വപ്നങ്ങളായിട്ട് NIT-ലൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ള ഓരോ വട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എനിവേ, അപ്പാർട്ട് ഫ്രം ഓൾ ദോസ് വട്ടുകൾ, ഞാൻ പിന്നീട് തീരുമാനിച്ചു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പേർപ്പസ്ഫുൾ ആയിട്ടൊരു ലൈഫ് ലീഡ് ചെയ്യുകയാണെങ്കിൽ നിന്റെ സോളിൽ ഇത്തിരി സമാധാനം ഉണ്ടാവും. സോ അടങ്ങ് ശനി എന്ന് ഞാൻ സ്വയം പറഞ്ഞു. അങ്ങനെ എടുത്തിട്ടുള്ള ഒരു പാതയാണ് ഈ ഒരു എന്താ പറയുക, പോഡ്കാസ്റ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ സെഷൻസ് എടുക്കുക ആയിക്കോട്ടെ, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാൻ, എങ്ങനെയായിരുന്നു. അപ്പൊ നൗ ഒരു ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെയോ എന്റെ സോള് ഹാപ്പി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ ഒരു വലിയ ചെറിയ ജേർണിയിൽ മാറി മാറി വന്ന എന്നെ ഞാനിപ്പോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഇപ്പോഴത്തെ എന്നെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇടക്കാലത്ത് ഒരുപാട് ഞാൻ ആലോചിച്ചിരുന്നു, എന്താ എനിക്ക് പറ്റിയത്, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയി, ഒരുപാട് ഫെയിലിയേഴ്സ് വന്നല്ലോ, ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നു, എന്താ എന്റെ ലൈഫ് ഇങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം ഇപ്പോ ഐ ഹാവ് ഫൗണ്ട് മീ. ആക്ച്വലി ആ ഒരു മീയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന കുറച്ചു പേരാണെങ്കിലും അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഹൂ ആർ യു ബിക്കമിങ്? ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ ഇല്ലയോ? കാരണം ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസസ്, ഒരുപാട് കരിയറിൽ വളരെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ എന്താ പറയാ, ഓൾറെഡി ട്രെയിനേഴ്സ് ഒക്കെ ആയിട്ടുള്ള വലിയ ആളുകളാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു പക്ഷേ ഇത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ ഐ എം ആസ്കിങ് യു, ഹൂ ആർ യു ബിക്കമിങ്? അല്ലെങ്കിൽ ആഫ്റ്റർ 5 ഇയേഴ്സ് എന്താണ് നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്നത്? അതിലിപ്പോ എഞ്ചിനീയർ, ഡോക്ടർ എന്നൊന്നും ഇനിയിപ്പോ കുട്ടികളോട് ചോദിക്കുന്ന പോലെ പറയാനില്ല. പക്ഷെ നമുക്കൊരു വെൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. വെൽ പോളിഷ് എന്ന് പറയുമ്പോൾ ജെന്വിൻ ആയിട്ടുള്ള, ഒതന്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇപ്പൊ മിക്ക ആളുകളുടെ ആഗ്രഹം അത് തന്നെയായിരിക്കും. അല്ലാതെ മറ്റൊരാളുടെ എക്സ്പെക്ടേഷന് വേണ്ടിയിട്ട്, അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാള് എന്നതിൽ നിന്ന് ഉപരി നമ്മൾ ഒരുപാട് ഗുണങ്ങളെ, നമ്മൾ ഇങ്ങനെ വാല്യൂസിനെ നമ്മൾ പുട്ടപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോ അങ്ങനെ ഒരു സംഗതി നിങ്ങളുടെ മനസ്സിലുണ്ടോ? അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇവിടെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതി വെക്കാം. ഇനി ഇപ്പൊ നമ്മളെ ഈ ഒരു ജേർണി അല്ലെങ്കിൽ ബിക്കമിങ് എന്ന് പറഞ്ഞു. അപ്പൊ ബിക്കമിങ്ങില് ഞാൻ എപ്പോഴും എന്നോട് ചോദിച്ചിരുന്ന ഒരു 3 ചോദ്യമാണ്. ഇപ്പൊ നമ്മുടെ ചെറുപ്പകാലം മുതലേ നമുക്ക് കുറെ വാല്യൂസ് നമുക്ക് അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പോ ആ സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുന്ന എന്തെങ്കിലും കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഞാൻ എന്നും അപ്ഹോൾഡ് ചെയ്യേണ്ട വാല്യൂസ് തന്നെയാണോ ഇപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോണേ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ആത്മാവിനോട് ഞാൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഇപ്പൊ ഇത്രയും നാള് ജീവിച്ചതിൽ നമുക്ക് കുറെ ലെസൺസ് ലേണിട്ടുണ്ടാവും. അപ്പൊ ഈ ലെസൺസ് നമ്മൾ എടുക്കാണ്ട് നമ്മൾ അതിനെ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ഒക്കെ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മിസ്റ്റേക്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ മിസ്റ്റേക്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ പഠിച്ച പാഠങ്ങളിൽ നിന്ന് അങ്ങനെയൊക്കെ തന്നെയാണോ നീ മുന്നോട്ട് പോണേന്ന് സ്വയം ചോദിച്ചു നോക്കുക. അതുപോലെ തന്നെ എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് ഇനി എനിക്ക് വേണ്ടത് എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് നിനക്ക് വേണ്ടത് എന്ന് മറ്റൊരാളോട് നമ്മളിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും, അവരെ ഇങ്ങനെ നേരാക്കാനും അവരുടെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കാനും ഒക്കെ നിൽക്കണതിന് പകരം നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്നിങ്ങനെ ചൂണ്ടിയിട്ട് ചോദിക്കുക, എവിടെയാ അപ്പൊ ഞാൻ നിൽക്കണേ, ഞാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഞാൻ വരുത്തേണ്ടതുണ്ടോ
ഇനി എന്നെ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ്, നെഗറ്റീവ് സെൻസിലല്ല, ഓവർ തിങ്കിങ് മോഡലും അല്ല, വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആംഗിളിലൂടെ ഇതിനെ കണ്ടുകൊണ്ട് നമ്മുടെ ബിക്കമിങ്ങിനെ നമ്മൾ ഒന്നും കൂടി പരിപോഷിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. അതുപോലെ നിങ്ങൾക്കും തോന്നിയേക്കാം, തോന്നുമോ എന്ന് എനിക്കറിയില്ല, തോന്നിപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എനിവേ, ഈ ഇത്തരം ഒരു ജേർണിയിൽ എപ്പോഴും നമ്മളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളെ ഒരു ഫാക്ടേഴ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ നമ്മുടെ ചോയ്സസ്, റോങ് ചോയ്സസ് ആണെങ്കിൽ എപ്പോഴും നമ്മുടെ ഡ്രീംസ് അവിടെ കട്ടാവുകയാണ്. അതുപോലെ നമ്മുടെ ഹാബിറ്റ്സ്, ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് വെയിറ്റ് ലോസ് വേണം. സിമ്പിൾ ആയിട്ടൊരു എക്സാം, ഞാൻ വെയിറ്റ് ലോസ് വേണം, ഞാൻ ജിമ്മിൽ പോവാണ്, കുറച്ച് നാൾ ജിമ്മിൽ പോയി നിർത്തി, വെയിറ്റ് കുറയുന്നില്ല വിചാരിച്ചു. പക്ഷെ ഞാൻ കുറച്ച് അധികം നാളും 3 months ഒക്കെ എടുത്ത് നമ്മുടെ ബോഡി സെറ്റ് ചെയ്യാൻ എന്തായാലും മിനിമം 3 months എടുക്കും ഒരു ജിമ്മിൽ പോവുകയാണെങ്കിൽ. അപ്പോൾ ആ 3 months ഞാൻ കറക്റ്റ് ആയിട്ട് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ വെയിറ്റ് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ഒരു ഗോൾ അച്ചീവ് ചെയ്യാണ് ആക്ച്വലി ചെയ്ത്. അച്ചീവിങ് എ ഗോളും ബിക്കമിങ് അനദർ പേഴ്സണും ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലൂടെ ആക്ച്വലി ഞാൻ ആയിത്തീർന്നതാണ് ഒരു ഡിസിപ്ലിൻഡ് പേഴ്സൺ ആയിട്ട് മാറി. സോ ദാറ്റ് ട്രാൻസ്ഫർമേഷൻ, ആ പ്രോസസ്, അതാണല്ലോ ബിക്കമിങ്. അപ്പോൾ ഒരു ഹാബിറ്റ് ആണ് ആക്ച്വലി ഞാൻ ബിൽഡ് ചെയ്യുന്നത്, അല്ലെ? ഡെയിലി എനിക്ക് ജിമ്മിൽ പോകണം. ഫോർ വാട്ട്? എന്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്നെ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്, ചിലർ മോർണിംഗ് പേഴ്സൺ ആയിരിക്കും, ചിലർ അല്ലാത്തവർ. അപ്പൊ അങ്ങനെ ഒരു 5 AM പീപ്പിൾ ആണോ, അല്ലെങ്കിൽ 4 AM ക്ലബിലുള്ള ആളുകളാണോ എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ച് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണോ അതിനൊരു നല്ല ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് വരിക എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് കുറച്ചുകൂടി നല്ലൊരു ബിക്കമിങ്ങിലോട്ട് നമ്മൾ പോയിരിക്കും. പിന്നെ നമ്മൾ കുറെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ചലഞ്ചസ് ഇനിയും ലൈഫിൽ വരികയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയർ ആയിട്ട് നമ്മൾ എങ്ങനെ മറികടക്കാം. അപ്പൊ എപ്പോഴൊക്കെ നമ്മൾ ലൈഫിൽ എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ അവിടെ നിന്നൊക്കെ ഒരു നോട്ട്, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു സൈഡിൽ ഒരു നോട്ട് ഉണ്ടാവണം നല്ലതാ. ഇപ്പൊ ഇങ്ങനെ ഒരു സംഗതി വന്നു, ഇപ്പൊ ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി നമുക്ക് കുറവാണ്, അതിൽ നമ്മൾ കുറച്ച് കടങ്ങളും അതും ഇതൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ ആയി, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നമ്മൾ കുറച്ച് റോളിംഗ് ഒക്കെ ചെയ്തു, അപ്പൊ അത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു തോട്ട്, ഏതെങ്കിലും ഒരു അനുഭവത്തിൽ നിന്ന്, ഒരു കഠിനമായ ഒരു അനുഭവം എന്തായാലും എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വരാതിരിക്കാൻ വേണ്ടി വീണ്ടും അതേ കുഴി തന്നെ ചാടിയിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കാണ്ട്, ആ കുഴി ചാടിയപ്പോ എന്താ ഉണ്ടായേ, എന്നാൽ ആ കുഴി വീണ്ടും മുന്നിൽ വരുന്നുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ അതിനൊരു ടാക്ലിംഗ് മെക്കാനിസം ചെയ്യാനുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വേണം. അതുപോലെ തന്നെയാണ് ഇപ്പൊ റിലേഷൻഷിപ്സ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എന്താണോ, നമ്മൾ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയർ എന്താണോ, അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന ആളുകൾ എന്താണോ. ഇപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോയിരിക്കും നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ, അവരെപ്പോഴും കുശുമ്പും കുന്നായ്മയൊക്കെ മാത്രം പറയുന്ന ഒരു കുഞ്ഞു സർക്കിളാണോ, എങ്കിൽ നമുക്ക് അവിടുന്ന് വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ എപ്പോഴും ഗ്രോത്തിനെ കുറിച്ച്, എപ്പോഴും നമ്മളെ ഒരു ചിലപ്പോൾ സോഷ്യലി റെലവെന്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്തൊക്കെ ന്യൂ പ്രോജക്ട്സ് കൊണ്ടുവരാം എന്ന് വെറും സ്വപ്നങ്ങൾ മാത്രം പറയുന്നവരല്ല, ഒരു ഇംപ്ലിമെന്റേഷൻ സൈഡിലോട്ട് എപ്പോഴും ആക്ഷൻ പ്ലാൻ എടുക്കാൻ വേണ്ടി ഭയങ്കര തയ്യാറാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് മറ്റൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകാൻ പറ്റും, നമ്മുടെ ഈസി ആയിട്ട് ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പിന്നെ 6:47. ഓക്കെ, അപ്പൊ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ആക്ച്വലി ഒരിക്കലും ഫിനിഷ് ആവുന്നില്ല. നമ്മുടെ മരണം വരെ നമ്മൾ എന്താണ്, ബിക്കമിങ് മോഡിലാണ്, അല്ലെ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു 5 വർഷം മുമ്പോ 10 വർഷം മുമ്പോ ഒന്നും ഈ ഇരിക്കുന്ന നിങ്ങളായിരുന്നില്ല സത്യത്തിൽ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ അംഗീകരിക്കാൻ മടിയുണ്ടാവും, എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിൾ എന്റെ പേഴ്സണലി എടുക്കണേ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഫസ്റ്റ് കുട്ടി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു മദർ അല്ല ഞാനിപ്പോ. ഫസ്റ്റ് കുട്ടി എന്ന് പറഞ്ഞാൽ ആൾക്ക് അടി കിട്ടിയിട്ടുണ്ട്, ഷൗട്ട് ചെയ്തിട്ടുണ്ട്, അവളെ എന്റെ എല്ലാ വേഴ്സ്റ്റ് വേർഷനും കണ്ടിട്ടുണ്ട്. അതായത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, അങ്ങനെ അല്ലെന്ന് ഇവിടെ ഉള്ള അമ്മമാർക്ക് പറയാൻ പറ്റും. ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ആ ന്യൂ മോം എന്ന് പറയണത്, ഒരിക്കലും എനിക്ക് ഒരു പാരന്റിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ കോഴ്സോ മറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. സത്യത്തിൽ അത് വളരെ നന്നായിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു നല്ല പ്രവൃത്തിയാണ് പാരന്റിങ്, അല്ലെങ്കിൽ മദർഹുഡ് എൻജോയ് ചെയ്യേണ്ട സാധനം. അതങ്ങനെയാന്ന് സൊസൈറ്റിയോ മനുഷ്യരോ നമ്മുടെ മുതിർന്നവരോ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല, അറിയില്ലായിരുന്നു, അത് അറിവില്ലായ്മയായിരുന്നു. അപ്പൊ ഞാനത് അഡ്മിറ്റ് ചെയ്യാൻ വളരെ റെഡിയുള്ള ഒരാളാണ്. എന്റെ തെറ്റുകൾ എനിക്ക് പറയാൻ ഒരു മടിയുമില്ല, കാരണം അതിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ട്. കാരണം പിന്നീട് വന്ന 2 പിള്ളേർ അത് അടുപ്പിച്ചുള്ള പിള്ളേരാണ്, അവരെ ആക്ച്വലി ട്വിൻസിനെ നോക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ അന്ന് ഞാൻ ഒരിക്കലും ഭദ്രകാളി മോഡോ എന്റെ മറ്റേ അങ്ങനത്തെ ഒരു മൂഡ് ഞാൻ പുറത്തെടുത്തിട്ടില്ലായിരുന്നു. വളരെ ശാന്തമായിട്ട് അന്ന് ഡിപ്രഷൻ സ്റ്റേജിലൂടെ ഒരുപാട് പോയിട്ടുണ്ട്, ശരി, മെഡിക്കേഷനിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു കാലമായിരുന്നു. പക്ഷെ
ഐ ട്രെയിൻഡ് മൈസെൽഫ് ടു ബി ദിസ് മീ. ഇങ്ങനെ മാറി വരികയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ മാറാൻ പറ്റുമല്ലേ മനുഷ്യർക്ക്, ശരിക്കും മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ മാറാൻ പറ്റും. അപ്പോ ആ മാറുന്ന ഒരു ജേർണിയിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല. പൊതുവെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ എൻ്റെ ഒരു സർക്കിൾ ഉണ്ടാവൂലേ നമ്മുടെ ആ ഒരു, അവരോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവർ കുറെ ഇംപ്രിന്റ്സ് ആണല്ലോ കൊടുക്കുന്നത് അല്ലെ. നമ്മളുടെ ചിലപ്പോൾ രൗദ്രഭാവം അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പിന്നെ അവരുടെ പിന്നീട് ഒരു പാരന്റ് ആയിട്ട് മാറുമ്പോൾ ഈ ഭാവം പുറത്തെടുക്കും. ഇത്തരം ഒരു അവസരമൊക്കെ വരൂലേ അവരുടെ ലൈഫിലും. ഇതുപോലെ ഒരു കുട്ടി അവരുടെ മക്കൾ ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഒരു സ്വഭാവം കാണിക്കുമ്പോൾ ഇവർ ഈ ഭാവമാണ് പുറത്തേക്ക് എടുക്കുന്നത്. മേ ബി നമ്മളുടെ ഏർലി സ്റ്റേജിൽ നമ്മുടെ പാരന്റ് ചിലപ്പോൾ നമ്മളോട് ചെയ്ത എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. എനിവേ, എവറി ഡേ നമ്മൾ എന്തായിട്ട് മാറാണ്, വി ആർ ബിക്കമിങ് സംവൺ. അപ്പോ മേക്ക് ഷുവർ ഇറ്റ് ഈസ് സംവൺ യു ഷുഡ് ബി പ്രൗഡ് ടു മീറ്റ് ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിൽ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ നോക്കിക്കാണുന്ന ഒരാളാവാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ബിക്കമിങ്ങിൽ എന്ന് പറയുന്ന ആ ജേണിയിലൂടെ പോകണം എന്നാണ് എനിക്ക് എല്ലാവരെയും ഉണർത്താനുള്ളത്. സോ ഇനി 10 minutes പെൻഡിങ് ആണ്. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരുപാട് പോയിന്റ്സും അതും ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളത് വളരെ ഷോർട്ടായിട്ട്, കാരണം സൺഡേ മോർണിംഗ് ആണ്. അതിൽ എന്ത് ഭയങ്കര ഗുണകരമായിട്ട് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോ ആ ഒരു ഹൂ ആർ യു ബിക്കമിങ് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് നല്ലൊരു ആൻസർ ഉണ്ടായിരിക്കണം എന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മിഷേൽ ഒബാമയുടെ ആ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ടേക്ക് അവേസ് എടുക്കുകയാണെങ്കിൽ ആക്ച്വലി അവർ പറയുന്നത് ബിക്കമിങ് എന്ന് പറയുന്നത് വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അത് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. ഡേ ബൈ ഡേ വി ആർ ബിക്കമിങ് സംവൺ. അപ്പൊ ആ സംവണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സന്തോഷത്തോടെ കാണുന്ന ഒരു ഫ്യൂച്ചർ മീ ആയിരിക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റി, ഇപ്പൊ ഇതിലിരിക്കുന്ന ഒരുപാട് പേര്, ഇപ്പം ഇവിടെ എത്ര പേരുണ്ട് ആക്ച്വലി, ഒരു 106 പേര്. വാവ്, മാഷാല്ലാ, അടിപൊളി. ഐ എം സോ ഹാപ്പി, ഗ്രേറ്റ്ഫുൾ ഫോർ യു ഗൈസ്. നിങ്ങളുടെ ഈ നല്ല സമയം എന്നെ കേട്ടിരിക്കുക, വല്ല വാല്യുബിൾ പോയിന്റ്സ് ആണോ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഐ വാസ് ഷെയറിങ് സം ബിറ്റ്സ് ഫ്രം മൈ ലൈഫ്, അത്രേ ഉള്ളൂ. അപ്പോ താങ്ക് യു സോ മച്ച്. പിന്നെ അപ്പൊ ഇതിലിപ്പോ മിഷേൽ ഒബാമ ഈ ഒരു പുസ്തകം എഴുതിയിൽ നിന്ന് അവർ പറയുന്നത്, അവർ വലിയൊരു പൊസിഷനിലാണല്ലോ ഇരിക്കുന്നത് അല്ലെ. അന്ന് ഒരു ഫസ്റ്റ് ലേഡി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷനെ നമ്മൾ എപ്പോഴും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. നോട്ട് ഇൻ ദ സെൻസ് അധികാരത്തെ ഉപയോഗപ്പെടുത്തുക അങ്ങനെയൊന്നുമല്ല. നമ്മുടെ സമൂഹത്തിനോ അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോ പല സിസ്റ്റത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷനെ നമ്മൾ എന്ത് ചെയ്യാം, എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ആ പൊസിഷനിൽ ഇരുന്നോണ്ട് നമുക്ക് എന്ത് ചേഞ്ച് വരുത്താൻ പറ്റുന്നില്ല അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കണം എന്നുള്ളൊരു ഉണർത്തല് ആക്ച്വലി ഈ ഒരു പുസ്തകത്തിലുണ്ട്. നമ്മളിപ്പം വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനാണോ, അല്ലെങ്കിൽ ഇപ്പം വേറെ എന്തെങ്കിലും, ഇപ്പം ഈ പൊളിറ്റിക്കൽ സൈഡിലൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ എന്ത് എവിടെയാണോ നമ്മുടെ ഒരു നല്ലൊരു പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ആ പൊസിഷനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോട്ട് എപ്പോഴും ഇങ്ങനെ ഇൻസ്റ്റിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതുപോലെ റിലേഷൻഷിപ്സ് നമ്മുടെ ഗ്രോത്തിനെ ഷേപ്പ് ചെയ്യും. അതുപോലെ ഒരു ഇപ്പൊ ഞാൻ എന്നെ തന്നെ ഡിഫൈൻ ചെയ്യാണ്, മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് വരാതെ, മറ്റുള്ളവർക്ക് എന്നെ ഡിഫൈൻ ചെയ്യാൻ വിട്ടുകൊടുക്കാണ്ട് ഐ മസ്റ്റ് നോ ഹൂ ഐ ആം. അത് ഞാൻ കീപ്പപ്പ് ചെയ്യാനും ആ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യാനും പിന്നെ അങ്ങനെ നോ പറയേണ്ടടുത്ത് നോ പറയാനോ ഒക്കെ ഉള്ള ഒരു പെർട്ടിക്കുലർ പേഴ്സണാലിറ്റി ആയി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഒരു സ്റ്റബേൺനെസ് വേണം. എന്നാൽ മറ്റുള്ളവരിൽ ബ്ലെൻഡ് ആവുന്ന ഒരു പേഴ്സണാലിറ്റി കൂടി ആവാൻ വേണ്ടിയിട്ടുള്ള അത്തരം ഒരു ബിക്കമിങ് ആയിരിക്കും കുറച്ചുകൂടി പേർപ്പസ്ഫുൾ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്താ പറയാ, അപ്പോ എപ്പോഴും മാറിക്കൊണ്ടിരിക്കാനും മാറാൻ ആഗ്രഹിക്കുകയാണെങ്കിലും ഭാവിയിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന നമ്മളെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. ഇന്നത്തേക്ക് അത്രയും മതി. സോ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. 7 minutes മോർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ജെന്യുവൻ ആയിട്ട് നിങ്ങൾ എന്നെ ലൈക്ക് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെയുള്ളത് നിങ്ങൾ പറഞ്ഞറിയിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഞാൻ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. കാരണം ഐ എം ഒബ്സസ്ഡ് വിത്ത് എന്താ പറയുക, പേഴ്സണൽ ഡെവലപ്മെന്റ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. Thank you, ma'am.
ഞങ്ങളുടെ ഡിവിഷന്റെ 268 ദിവസം വന്ന് വളരെ പുഞ്ചിരിയോടുകൂടി വളരെ പ്രസന്നവതി ആയിക്കൊണ്ട് വളരെ ഹാപ്പിയായി കാണുന്നവർക്ക് പോലും ഒന്ന് എനർജറ്റിക് ആവാൻ പോകുന്ന രീതിയിൽ ഈ ഒരു ഇത്രയും നേരം ഞങ്ങളോട് വളരെ കൂളായി സംസാരിച്ചതിന് ആദ്യമേ ഡിവിഷൻ ടീമിന്റെയും സിജിയുടെയും നന്ദി മാമിനെ അറിയിക്കുകയാണ്. വളരെ എന്താ പറയണ്ടേ, വളരെ രസകരമായി മുന്നോട്ട് പോയി. നിർത്തല്ലേ നിർത്തല്ലേ എന്ന് ആഗ്രഹിച്ചു പോയൊരു ക്ലാസ് ആണ്. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു 50 എന്നൊക്കെ പറയുമ്പോ നിർത്തോ, കുറച്ചുകൂടി പറയായിരുന്നു എന്ന് എന്നെ പോലെ എല്ലാവരും ആഗ്രഹിച്ച് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാം പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞ സമയത്ത് വലുതായി വിടർന്നു വന്നിരുന്ന ചിറകുകളൊക്കെ വെട്ടി ഒതുക്കി എന്ന് പറഞ്ഞപ്പോ നമ്മള് എപ്പോഴും കുട്ടികളോടൊക്കെ പറയുന്ന ആ കൂട്ടം തെറ്റിപ്പോയ താറാവിന്റെ കഥയാണ് ഓർമ്മ വന്നത്. എങ്ങനെയോ അമ്മ താറാവ് അടയിരുന്ന കൂട്ടിൽ നിന്നും എങ്ങനെയോ ഒരു നല്ല മഴ പെയ്തൊരു ദിവസം ആ മഴയുടെ ശക്തിയില് ഒരു മുട്ട മെല്ലെ അതിൽ നിന്ന് വേർപെട്ട് പുഴയിലേക്ക് പോയി, അതങ്ങ് കടലിലേക്ക് പോയി, അത് വിരിഞ്ഞു. ആ ഒരു മഴയത്ത് തന്നെ അത് വിരിഞ്ഞ് ആ കുഞ്ഞു താറാവ് എത്തിപ്പെട്ടത് ഒരു കരയില്, ഒരു കോഴിയമ്മയും മക്കളും ചിക്കിപ്പെറുക്കുന്ന ഒരു കരയിലേക്കാണ് ഈ കുഞ്ഞു താറാവ് എത്തിപ്പെട്ടത്. അപ്പൊ കോഴിയമ്മ ഈ കുഞ്ഞിനെയും കൂടി തന്റെ കൂട്ടത്തിലേക്ക് കൂട്ടി കൂട് പകർന്ന് വളർത്തി. അപ്പോ ഈ താറാവ് കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഇങ്ങനെ കൊത്തിപ്പെറുക്കി വളരുകയാണ്. വളർന്നതിനനുസരിച്ച് കുളം കാണുമ്പോഴും പുഴ കാണുമ്പോഴൊക്കെ താറാവ് കുട്ടീൻ്റെ ഉള്ളില് ഭയങ്കരമായ ഒരു ആഗ്രഹം വരുന്നുണ്ട്, ആ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാനും ഒന്ന് നീന്തി നോക്കാനും ഒക്കെ. പക്ഷെ കൂടെയുള്ള സഹോദരങ്ങളോട് പറയുമ്പോൾ അവർക്കതൊരു വിഷയമല്ല, അവർക്ക് വെള്ളത്തിനെ പേടിയാണ്. നീ എന്തിനാണ് വെള്ളത്തിനെ പറ്റി ചിന്തിക്കുന്നത്, നമ്മൾ താഴ്ന്നു പോകും, നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുമ്പോഴൊക്കെ ഈ താറാവ് കുഞ്ഞിന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ്, ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് നീന്താൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ അത് ശ്രമിക്കുന്നേ ഇല്ല. കാരണം അത് വിചാരിക്കുന്നത് ഞാൻ ഈ കോഴിക്കുട്ടികളെ പോലെയാണ്, ഇങ്ങനെ ചെക്കിപ്പിറക്കി നടക്കുകയാണ്, ഇതാണ് എന്റെ ലൈഫ് എന്നാണ്. പക്ഷെ ഏതോ ഒരു സന്ദർഭത്തില് വളരെ യാദൃശ്ചികമായി ഈ താറാവ് കുഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുകയും അതുപോലും അറിയാതെ അത് സ്വയം നീന്തി ആസ്വദിച്ച് പിന്നെ അതിന്റെ സ്വന്തം വഴിക്ക് പോകുന്നതുമാണ് ആ കഥ. അപ്പോ കല്യാണം കഴിഞ്ഞ നമ്മുടെ ഏകദേശം എനിക്കൊന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് അങ്ങനെയാണ്. നമുക്കതുവരെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അതോടുകൂടി മാം പറഞ്ഞതുപോലെ ആ ചിറകുകൾ വെട്ടി ഒതുക്കി എന്നുള്ള ആ ഒരു പ്രയോഗം എന്താ പറയട്ടെ, അത്ര പോലും ഒരു ആകർഷിച്ചു. കാരണം നമ്മൾ പിന്നെ നമ്മുടെ ചിറകുകൾ വെട്ടി ഒതുക്കുക എന്നല്ല, ചിറകുകൾ അരിഞ്ഞു കളയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് തന്നെ അനുഭവമുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് കഴിവുകളുള്ള എവിടെയൊക്കെ എത്തിപ്പെടുമായിരുന്നു എന്ന് വിചാരിച്ച ഒരുപാട് പേര് ആ ചിറകുകളൊക്കെ അരിഞ്ഞു കളഞ്ഞ് ഒരു കുഞ്ഞു കൂട്ടിൽ ഒതുങ്ങിപ്പോയൊരവസ്ഥ. അവരൊക്കെ മാമിന്റെ ക്ലാസ് കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പോലെ ആഗ്രഹിച്ചു പോവുകയാണ്. നമ്മള് മാറിക്കൊണ്ടേയിരിക്കുക, ബിക്കമിങ്. അത് വളരെ നല്ലൊരു പോയിന്റാണ്. അത്രയും നന്നായി മാം അത് പ്രസന്റ് ചെയ്തു. ഞങ്ങളൊക്കെ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറയാം. ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട്. കണ്ണാടിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു സെഷനായിരുന്നു ഇത്. എനിക്ക് മാമിന്റെ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ അശ്വതി ശ്രീകാന്തിന്റെ സന്തോഷത്തിന്റെ സമവാക്യങ്ങൾ വായിച്ചത് ഓർമ്മ വന്നു. വളരെ നല്ലൊരു ഹാൻഡ് ബുക്കാണ് അത്, നമ്മളെപ്പോഴും നമ്മുടെ കൈ കരുതാൻ പറ്റിയ. അതിലെ ഒരു അധ്യായം ഉണ്ടായിരുന്നു, നിന്നോടെന്ന പോലെ എന്നോടും എന്ന്. അതിൽ നമ്മള് മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണ എന്തുകൊണ്ട് നമ്മളോട് സ്വയം കാണിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് അതില്. നമ്മൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യും, അവരെ പ്രചോദിപ്പിക്കും, നിനക്കത് പറ്റും. പക്ഷെ സ്വയം അത് പറ്റുന്നില്ല, ഞാൻ തകർന്നു പോയി, എനിക്കതിന് പറ്റില്ല, ഞാൻ ഒരു പരാജയമാണ് എന്നുള്ളൊരു ചിന്ത. കുറേ മാം പറഞ്ഞ പോലെ കഴിഞ്ഞ കാലത്തിലെ വേട്ടയാടലുകളായിരിക്കാം. അതിൽ പറയുന്നുണ്ട്, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കണ്ണുകളിൽ നോക്കി ഒന്ന് പറഞ്ഞു നോക്കൂ, മനുഷ്യരല്ലേ, പിഴകൾ ഉണ്ടായേക്കാം, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഓരോക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ. ചിറകുകൾ വെട്ടി ഒതുക്കാതെ വിശാലമായ ആകാശത്തിലേക്ക് ഇനിയും ചിറകുകൾ വിടർത്തി പറക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ മനോഹരമായി നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ഈ ഒരു ദിവസം തുടങ്ങാൻ ഞങ്ങളെ സഹായിച്ച മാമിന് ഒരിക്കൽ കൂടി നന്ദി പറയും. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അവരാണ് നമ്മുടെ ഡിവിഷന്റെ ശക്തി. ഇന്നും 100-ലേറെ ആൾക്കാരുണ്ട്. ഇന്ന് നല്ലൊരു മഴയുള്ള പ്രഭാതമാണ്. അവർക്കും ഡിവിഷന്റെയും സിജിയുടെയും നന്ദി പറയുന്നു. മാമിന്, നമ്മുടെ ഡയറക്ടർ ന്യൂസ്യാമിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ നല്ലൊരു പ്രഭാതത്തിൽ പുതിയൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. താങ്ക് യു മാം.